നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ ടൊമാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സബോള ദേ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഇതുപോലെയാണ് നമ്മൾ സബോള അരിഞ്ഞെടുക്കേണ്ടത്, നീട്ടത്തിലല്ല വട്ടത്തിൽ അരിയണം. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി എങ്ങനെ അരിയണമെന്ന് വെച്ചാൽ ദേ തക്കാളി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിയണം. ഈ ഒരു കനത്തിലാണ് തക്കാളി നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നുമില്ല, ഇത്ര ഐറ്റംസും കൊണ്ട് നമുക്ക് നേരെ കറി ഉണ്ടാക്കാൻ പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന്, തക്കാളി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഓരോന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണം. കാരണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഈ തക്കാളി. എന്നിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പം നമ്മളിത് തക്കാളി എല്ലാം നിരത്തി വെച്ചു. അത് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആവണം. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അല്പം ഒന്ന് ഉപ്പ് തൂളി കൊടുക്കണം. ഉപ്പും തൂളി കൊടുത്തു കഴിഞ്ഞിട്ട് അതിങ്ങനെ ആ വശം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അടിവശവും ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം എല്ലാം ഒരേപോലെ പാകമായി കഴിഞ്ഞു. ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഓരോന്നായിട്ട് എല്ലാം എടുത്ത് വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പം തക്കാളി മാത്രം ഉപ്പ് ചേർത്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കറിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ തക്കാളി ഫ്രൈ ചെയ്ത് വെച്ചത് മാറ്റിയിട്ട് വേണം നമുക്കിനി അടുത്തതിലേക്ക് കിടക്കാൻ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇനി അടുത്തതും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഇനിയിപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഈ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള കൂടാതെ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ വഴലണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള ഇച്ചിരി ഒന്ന് ആ പച്ചപ്പൊന്ന് മാറണയിടം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അല്പം ഇതിന് ഉപ്പ് ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനകത്തേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയിടണം. ഒരുപാട് ഇങ്ങനെ പതുപതുന്നാവരുത്. എന്നിട്ട് നമ്മൾ ദേ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിനി ഒന്നുകൂടി ഒന്ന് ആ പച്ചപ്പ് സബോളയുടെ പച്ചപ്പ് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം സബോളയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറിത്തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ദേ സബോള ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞു. ഇത്രയും മതി, ഈ ഏകദേശം ഈ ഒരു, കാരണം ഇനിയിപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടെയും കൂടി നമുക്ക് വഴറ്റാനുള്ളത് കൊണ്ട് ഈ ഒരു പാകാവുന്നത് വരെ മതി. ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് തുടങ്ങാം. ഞാൻ ദേ മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ ദേ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് കുരുമുളക് ചതച്ചതാണ്. ഡയറക്റ്റ് പൊടിയായിട്ടല്ല, കുരുമുളക് ചതച്ചെടുത്തതാണ്. അതുകൂടി ചേർത്തിട്ട് നമ്മൾ ഈ പൊടികളുടെ പച്ചപ്പ് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം അതിനധികം സമയമൊന്നും വേണ്ട, ഏകദേശം ഒന്ന് ആയി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ വഴറ്റി വച്ചിരിക്കുന്ന, നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന തക്കാളി ഇടാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് പൊടികളുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറിത്തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിത് ആ വഴറ്റി വച്ചിരിക്കുന്ന തക്കാളി ഞാൻ ഇടാൻ പോവാം. അതുകൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഏകദേശം എല്ലാം ഒന്ന് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടയണം. ഏകദേശം ഒന്ന് ഉടയണ വരെ ഒന്ന് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ പൊടികളെല്ലാം അപ്പോൾ തക്കാളിയിലേക്കും കൂടെ ചേർന്ന് മിക്സ് ആവണയിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത്, ഇനിയിപ്പം നമ്മൾ ഈ ടൊമാറ്റോ സോസ് ചേർക്കാറുണ്ട് ഈ ഹോട്ടലുകാർ. പക്ഷെ നമ്മുടെ ഇവിടെ ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് അല്പം ഒരു മധുരത്തിന് വേണ്ടി അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു. കാരണം ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഇതിനൊക്കെ നല്ലൊരു മധുരം കൂടിയുണ്ട്, അത് ഈ ടൊമാറ്റോ സോസും ഒക്കെ ചേർത്തിട്ടാണ്. പക്ഷെ ഞാനിത് ചേർക്കുന്നില്ല, ഞാൻ ഇച്ചിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി. ദേ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഹോട്ടൽ സ്റ്റൈൽ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.